പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള ഇൻവിസിബിൾ ചെയിനാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഓൾറെഡി നമ്മളൊരു 2-3 മോഡൽസൊക്കെ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പാലക്കേര ഒരു മൾട്ടി കളറായിട്ടുള്ള ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതൊരു പിങ്ക് കുന്തനിൽ വരുന്ന വേറൊരു മോഡൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതൊരു വൈറ്റ് സ്റ്റോണിൽ വരുന്ന മറ്റൊരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു മാംഗോയുടെ സിംഗിളായിട്ട് വരുന്ന ഒരു ഇൻവിസിബിൾ ചെയിനാണ്. അപ്പോൾ ഇതാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡിങ്. അപ്പോൾ നമ്മൾ 50 to 16 ആണ് എടുക്കുന്ന സൈസ്. അപ്പോൾ നമ്മുടെ നെക്കിനോട് ചേർന്ന് കിടന്നാൽ മാത്രമായിരിക്കും ഈ ഇൻവിസിബിൾ ചെയിൻ നമുക്ക് നല്ലതായിട്ടുണ്ടാവുക. അപ്പോൾ കുറച്ച് ലോങ് ആയി കഴിഞ്ഞാൽ അത്ര ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഇത് നമ്മൾ ഒരു മാംഗോ മാത്രമായിട്ട് ചെയ്താണ് ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഗിയർ വയർ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 15 ഇഞ്ചിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരെ നെക്കിൻ്റെ ബേസ് ചെയ്തിട്ട് നമ്മളിവിടെ കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ രീതിയിലും ചെയ്യുന്നതാണ്. ഇതാ നമ്മളിപ്പോൾ ഓൾറെഡി ഈ ഒരു ഗിയർ വയർ, അപ്പോൾ ഇതിൻ്റെ പേര് ഗിയർ വയർ എന്നാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതാ അപ്പോൾ ഇതിനകത്ത് ഏകദേശം ഒരു 4 ഹോൾസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മുകളിലത്തെ ആദ്യത്തെ ഹോളിൽ തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട്, കാരണം നമ്മൾ ഏകദേശം ഒരെണ്ണം, അപ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഏകദേശം ഒരെണ്ണം മാത്രമല്ലേ ചെയ്യുന്നുള്ളൂ. പിന്നെ നമുക്ക് ഇതിനകത്ത് വേണ്ട ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഗിയർ ലോക്ക് വരുന്നുണ്ട്, പിന്നെ ഈ ഒരു പെൻഡൻറ്റ്, അതുപോലെ തന്നെ നമ്മൾ 2 സൈഡിലായിട്ട് ഓരോ ഗോൾഡൻ്റെ ബീഡ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തത് വന്നിട്ട് ദാ ഈ ഒരു സ്മോൾ ഇത് കണ്ടോ, ഇതെന്ന് പറയുന്നത് ഗിയർ ലോക്കാണ് കേട്ടോ, ഗിയർ ലോക്ക്. പിന്നെ ഇതാ ഈ ഒരു ചെയിനാണ് കേട്ടോ, ചെയിനും ഹൂക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും മാത്രമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇനി നമ്മളിവിടെ ഈ ഒരു പെൻഡൻറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്ത് നമുക്ക് ഓരോ ബീഡായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഓരോ സൈഡിലും ഒരെണ്ണം മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ. അപ്പം ഞാനിത് മുമ്പ് 2-3 എണ്ണം ഇട്ട് കൊടുത്ത സമയത്ത് ഒരു കസ്റ്റമർ കമൻ്റായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഇത്രയും ബീഡ്സ് ഇട്ട് കൊടുത്തത് എന്തിനെന്നുള്ളത്. അപ്പോൾ ചിലവർക്ക് നിറയെ ബീഡ്സ് വേണമെന്ന് പറയുന്നുണ്ട്, ചിലവർക്ക് ബീഡ്സ് വേണ്ടാന്ന് പറയുന്നുണ്ട്, സിംഗിളായിട്ട് ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സിംഗിളായിട്ടുള്ള ഈ പെന്നിന് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. ഇതിന് വരുന്ന 180 ആണ് കേട്ടോ. അപ്പോൾ അതുപോലെ നമ്മളിതാ ഇവിടെ കുറേ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ഇതിന് 210 ആണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം റേറ്റ് വരുന്നതാണ് ഈ ഒരു പെൻഡൻറ്റിന്. അപ്പോൾ ഇത് 210 ആണ്, ഇത് വരുന്നത് 180 ആണ് കേട്ടോ. ഇതെല്ലാം ഫ്രീ ഷിപ്പിംഗ് ആണ്. അപ്പോൾ ഇത് വരുന്നത് 200 ആണ്, ഇതെല്ലാം ഫ്രീ ഷിപ്പിംഗ് ആണ്. അപ്പോൾ നമ്മളിവിടെ നമ്പർ കൊടുത്തേക്കാം. അപ്പോൾ ആവശ്യമായിട്ടുള്ളവർക്കെല്ലാം അതിനകത്തേക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഇനി നമ്മളിതാ ഇതിനകത്ത് ഒരു ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ ഗിയർ ലോക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2 സൈഡിൽ ആദ്യമേ ഗിയർ ലോക്ക് ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ലോക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമ്മൾ 2 സൈഡിലും ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മളിതാ ഈ ഒരു പൊസിഷനെല്ലാം കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണേ. ഇനി നമുക്കിതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതവിടെ ടൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഇപ്പുറത്തെ സൈഡിലും അതുപോലെ ടൈറ്റ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതാ ഇത്രയേ ഉള്ള സംഭവം. ഇതവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത് വേണ്ടത് ലാസ്റ്റ് സ്റ്റേജാണ്. അതായത് നമ്മുടെ ഹൂക്ക് ഇവിടെ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബാക്ക് ചെയിൻ്റെ
ഈ ഒരു പോർഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഫസ്റ്റിലെ ഗിയർ ലോക്കാണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. ഗിയർ ലോക്ക് ഇട്ടിട്ട് വേണം നമ്മൾ ഈ ഒരു ചെയിൻ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അതായത് ഇട്ടിട്ട് നമ്മൾ ഇതിനുള്ളിലേക്ക് കൊടുക്കണം. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്നങ്ങ് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുത്താൽ മതി. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സൈസ് നോക്കണം കേട്ടോ, കറക്റ്റാണെന്നുള്ള. രണ്ട് സൈഡിലും ഒരുപോലെ വരത്തക്ക രീതിയിലായിരിക്കണം ചെയ്യേണ്ടത്. അപ്പോൾ ഇതാ നമ്മളിവിടെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഉള്ളിലേക്ക് വെച്ച് പ്രസ് ചെയ്തതിന് ശേഷം ഇതങ്ങ് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബാക്കി വന്നിട്ടുള്ള ഈ ഒരു പോർഷൻ കട്ട് ചെയ്ത് മാറ്റണം. കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു സൈഡ് ഓക്കെ ആയിട്ടുണ്ട്. ഇനി അതുപോലെ ഇപ്പുറത്തെ സൈഡിലും ഫസ്റ്റ് തന്നെ നമ്മൾ ഒരു ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ ഹൂക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതാ നമ്മളിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഇതിനുള്ളിലേക്ക് ഇട്ട് കൊടുത്ത് വലിച്ചെടുത്താൽ മതി. അപ്പോൾ ഇനി നമ്മളിത് കൊടുത്തതിന് ശേഷം ഇനി രണ്ട് സൈഡും ഒരേപോലെ ആണോ എന്ന് നോക്കണം കേട്ടോ. എന്നിട്ട് വേണം അത് ടൈറ്റ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ കുറച്ചും കൂടി മുകളിലേക്ക് പോകണം. വീണ്ടും നമ്മൾ നോക്കുക കറക്റ്റായിട്ടുണ്ടോ. ഓക്കെ, ഇപ്പോൾ കറക്റ്റായിട്ടുണ്ട്. പിന്നെ നമ്മളിത് നന്നായിട്ടൊന്ന് വലിച്ചതിന് ശേഷം ഇത് വെച്ച് നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ബാക്കി വന്നത് കട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതാ ഇത്രയുള്ള റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇൻവിസിബിൾ നെക്ലസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നമുക്ക് ഇത്തരത്തിലുള്ള നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.